5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വിത്തെടുക്കുന്നത് മാത്രമല്ല, ഈ തവണ ആയിരപ്രകണ്ഡത്തിൽ വിത്ത് വിതയ്ക്കാൻ കൊടുക്കുന്നതും ചാരുമോളായിരിക്കും. അമ്മേ, അങ്ങേര് പറയുന്ന കേട്ട് മിണ്ടാതെങ്കിൽ പോകുന്നെന്തിനാ? എടാ, ഞാൻ മിണ്ടാൻ പോരുന്ന അവളെ ഞാൻ തല്ലേണ്ടി വന്നേനെ. പെങ്ങളുടെ മോളെ തലയൊക്കെ വെച്ച് കൊഞ്ചിക്കുമ്പോട്ടല്ലോ എനിക്കങ്ങോട്ട് പെരുത്ത് വരുന്നുണ്ട്. തല്ല് കൊടുക്കണം, തല്ല് കൊടുക്കണം. അമ്മ ആര് തടയാനാ? എടാ, എന്നെ ആരും തടയാൻ വരില്ല. തടയാൻ വന്ന ഹേമ ആരാണെന്ന് അറിയും. അത് മാഷായാലും ശരി. പക്ഷേ തല്ലിയല്ലടാ അവളെ വേദനിപ്പിക്കേണ്ടത്. ശരീരത്തിനെയല്ല, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടത്. അവളൊരു പാവാണെന്ന് നീ വിചാരിക്കരുത്. എല്ലാരെയും മയക്കെടുത്ത് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് നീ കാണുന്നില്ലേ? എടാ, നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് പെണ്ണുങ്ങള് തമ്മിലുള്ള മത്സരാടാ. എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും അധികാരവും ഒക്കെ ഇല്ലാതാക്കാനുള്ള അവളുടെ തന്ത്രം. അമ്മ എന്തേ പറയുന്നേ? അവൾ ഈ വീട്ടിൽ വന്നു കയറുന്നത് വരെ എല്ലാ കാര്യങ്ങളും എന്റെ കൈപ്പിടിയിലായിരുന്നു. എന്നെ എല്ലാവരിൽ നിന്നും അകറ്റി ഒരു മൂലയിലിരുത്താൻ ശ്രമിക്കുക അവളെ. ഇപ്പൊ കണ്ടില്ലേ വിത്തെടുക്കാൻ അവളെ മാഷ് ഏൽപ്പിച്ചത്? കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കയറിയിട്ട് ഇതുവരെ എന്നെ കൊണ്ടത് ചെയ്യിച്ചിട്ടില്ല. അരവിന്ദേ, ഓരോന്നോരോന്നായി അവള് കൈക്കലാക്ക. ഇനി അവള് വിത്തും കൂടെ വിതച്ച അത് നാട്ടുകാരറിയും. ആയിരപ്പുറ തറവാട്ടിലെ സർവ്വ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇനി അവളായിരിക്കുന്നു. പിന്നെ എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലമ്മേ. നിനക്കറിയില്ലടാ, ഇനി ഈ വീടിന്റെ താക്കോൽ കൂട്ടം മാത്രമേ അവളുടെ കയ്യിലെത്താനുള്ളൂ. അവളെ വിതയ്ക്കുന്ന വിത്ത് ആയിരപ്പുറ കണ്ടത്തിൽ മുളയ്ക്കാൻ പാടില്ല. അമ്മേ, അവള് വിതച്ചാലല്ലേ മുളയ്ക്കൂ. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലടാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യാമേ, ഞാനിപ്പോ വന്നില്ലേ. ഇനി അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട. ഈ വീടിന്റെ അധികാരവും താക്കോൽ കൂട്ടവും അമ്മയുടെ സാരിത്തുമ്പിൽ തന്നെ ഉണ്ടാവും. അവളെ നമ്മളങ്ങ് പൂട്ടും. കെട്ടിയോ? കയറൂടെ.
അതുകൂടെ പിടിച്ചോ.